ഇന്ത്യയിലെ മതവിദ്വേഷ പ്രസംഗം നടത്തി നാടുവിട്ട രാജ്യം വിട്ട ആളാണ് സക്കീർ നായിക്. അതായത് ഒരുപാട് ആളുകളെ തീവ്രവാദത്തിലേക്ക് പ്രേരിപ്പിക്കുന്നു എന്നുള്ളതാണ് അദ്ദേഹത്തിനെതിരെയുള്ള കുറ്റം. അദ്ദേഹത്തിനെ വിട്ടു തരണമെന്ന് നമ്മൾ നിരന്തരം ആവശ്യപ്പെടുകയും പക്ഷേ അദ്ദേഹത്തിന് ഇതുവരെ നമുക്ക് വിട്ടു കിട്ടിയിട്ടില്ല. അദ്ദേഹത്തിനെതിരെ ഒരുപാട് കുറ്റ ആരോപണങ്ങളുണ്ട്. ഇപ്പോൾ വരുന്ന ഒരു കാര്യം, ഇന്ത്യ തേടുന്ന ആ കുറ്റവാളിയെ പാകിസ്ഥാൻ ക്ഷണിച്ചിരിക്കുന്നു. അവിടെ വന്ന് മതപ്രഭാഷണം നടത്തൂ. ഷഹബാസ് ഷെരീഫ് സർക്കാരിൻ്റെ ക്ഷണപ്രകാരം അദ്ദേഹം പാകിസ്ഥാനിലേക്ക് പോവുകയാണ്. അവിടെ സന്ദർശിക്കുന്നു. അവിടുത്തെ പല നഗരങ്ങളിലും അദ്ദേഹം പ്രഭാഷണം നടത്താൻ പോകുന്നു. അപ്പോൾ അതെങ്ങനെയാണ് അതിനെ കാണുന്നത്? പാകിസ്ഥാൻ അയാളെ വിളിച്ചിട്ടില്ലെങ്കിലേ അത്ഭുതമുള്ളൂ. കാരണം ഇനി അയാളൊക്കെ ഉദ്ദേശിക്കുന്നത് അയാളൊരു ഇസ്ലാമിക് ഇമ്പീരിയലിസത്തിൻ്റെ ആളാണ്. ഇപ്പോൾ ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസ് എന്ന് പറയുന്ന ഒരു വിഭാഗമാണ് ഈ സക്കീർ നായിക്. ഇവാഞ്ചലിക്കൽ ക്രിസ്ത്യൻസിനെ പലപ്പോഴും ബ്രിട്ടീഷുകാരുടെ കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇവരെ പ്രോത്സാഹിപ്പിക്കാതിരിക്കാൻ ഒരു കാരണം എന്ന് വെച്ചാൽ വളരെ മോശമായി ഹിന്ദു മതത്തെ ഇസ്ലാം മതത്തെയൊക്കെ ഇന്നിപ്പോൾ നമ്മൾ ഓൺലൈനിൽ ചില ആളുകൾ തെളിവ് തന്നില്ലേ ഇമ്മാതിരി പറയുന്നവർ. അപ്പം ഇതുകൊണ്ട് അത് ഹിന്ദു മുസ്ലിം സെന്റിമെന്റ്സിനെ എഫക്റ്റ് ചെയ്യുന്നതുകൊണ്ട് ഈ 1857 ഒന്നാം സ്വാതന്ത്ര്യ സമര പൊട്ടിപ്പുറപ്പെട്ട ഒരു പ്രധാനപ്പെട്ട കാരണം അതാണ് എന്നാണ് ബ്രിട്ടീഷുകാർ തന്നെ വിലയിരുത്തിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവർക്ക് കൺട്രോൾ ചെയ്തു ഇവരെ. ബംഗാളിലെ സോമാൻ ഒരു സോംപൂരോ മറ്റായിരുന്നു അവരുടെ ഒരു ആസ്ഥാനം എന്ന് പറയുന്നത്. അങ്ങനെ ഇവരെ കയറൂരി വിട്ടില്ല ബ്രിട്ടീഷുകാർ. ഇവിടെ നമ്മളിപ്പോൾ നമുക്ക് പരിചയമുള്ളത് ബേസൽ ഇവാഞ്ചലിക്കൽ സൊസൈറ്റി കാണാം. അവരൊന്നും പക്ഷെ ആ രീതിയിൽ ഇവിടെ പോയിട്ടില്ല. പക്ഷെ ഉത്തരേന്ത്യയിലൊന്നും അതായിരുന്നു എൻ്റെ സ്ഥിതി. വളരെ ഭീകരമായിരുന്ന അവസ്ഥ. അതുകൊണ്ടാണ് പിന്നെ ഇവരെ സമാധാനപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് നോർത്ത് ഈസ്റ്റിലേക്ക് ഇവരെ പറഞ്ഞു വിട്ടത്. അവിടെയാണ് ഇന്ത്യ മെയിൻലാൻഡായിട്ട് നേരിട്ട് ബന്ധമില്ലല്ലോ. അതല്ല നമ്മളീ കാണുന്ന മെയിൻസ്ട്രീം ഹിന്ദുയിസത്തിൻ്റെ ഭാഗമല്ല അവിടെയുള്ള ആളുകൾ. പിന്നെ ഇത് RSSകാരൊക്കെ പിന്നെ അറിഞ്ഞു വരുമ്പോഴേ കുറേ ടൈം എടുക്കുകയും ചെയ്തു. മൊത്തം ക്രിസ്ത്യനെ വൽക്കരിക്കാൻ പറ്റി. അപ്പം ഇതേപോലെ ഒരു ടൈപ്പ് ആളുകളാണ് ഈ പറയുന്ന സക്കീർ നായിക്. മതത്തിലേക്ക് ആളെ കൂട്ടുക, ഡിബേറ്റുകൾക്ക് ആളെ വിളിക്കുക. ഇയാൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഡിബേറ്റുകൾക്ക് വിളിക്കുക. ഇയാൾ കുറേ കാര്യങ്ങൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. അവിടെ എത്തുന്ന ആളുകളെല്ലാം പണ്ഡിതന്മാരെന്ന്. ഇയാൾ രാഹുൽ ഈശ്വറായിട്ടൊക്കെ ഏറ്റുമുട്ടിയിരുന്നു. രാഹുലിന് എന്താ മതം മാറ്റാൻ പറ്റാതിരുന്നു? അത് പറ്റില്ല, അത് നടക്കില്ലല്ലോ. ഈ പാതി എന്തെങ്കിലുമൊക്കെ പഠിച്ചു കഴിയുമ്പോൾ ഈ ഇവരെ കഷ്ടം തോന്നാത്ത അവിടെ സഭാഷ്യം മുന്നേക്ക് തന്നെ മുന്നിൽ പോയി ചില മുസ്ലിംസ് വിടും. ഇവന് ഈ ഗൾഫിലൊക്കെ പോയി എന്തോ മദ്രസ പഠിച്ച കാര്യങ്ങളൊക്കെ ആയിരിക്കും എന്നെ മനസ്സിലാകും. സഭാഷ്യം മുന്നേക്ക് ഇത് മൊത്തം പഠിച്ചിരിക്കുകയാണ്. ആവശ്യത്തിന് വേണ്ടി കോട്ട് ചെയ്ത് പഠിച്ചിട്ടുണ്ട്. ഇവന്മാർ അയാളെ മുന്നിൽ പോയി തലവെച്ച് കൊടുക്കും. അതുപോലെ ഒരു എക്സ് മുസ്ലിമിൻ്റെ എന്താ പേര് പോകുന്നത് RSSകാർക്കൊക്കെ ഭയങ്കര വേണ്ടപ്പെട്ട ഒരാളാണ്. അപ്പോൾ വയനാട്ടിൽ അയാളെ പേര് ഹോമിയോ ഡോക്ടർ പേര് വന്നവരുണ്ടായിരുന്നു. അപ്പം ഇയാൾ ഈ പറഞ്ഞതിനെ ഭയങ്കര ആൻറ്റി മുസ്ലിം പിന്നെ ആണ്. അപ്പോൾ ഇയാളെ മുന്നിൽ ഇതുപോലെ ഏതെങ്കിലും വീട്ടമ്മമാരെ കൊണ്ട് തലവെച്ച് കൊടുക്കും. എന്താ മദ്രസിലൊക്കെ അല്ലേ പഠിച്ചിട്ടുണ്ടാവുക. ഇയാൾ പൊളിച്ചിറക്കി കൊടുക്കും. അപ്പോൾ ഈ സക്കീർ നായിക്കിൻ്റെ പരിപാടി ഇതാണ്. ഞാൻ പറയുന്നത് വെച്ചാൽ ഈ സഭാഷ്യം മുന്നേക്കലൊക്കെ എന്ന് വെച്ചാൽ പിന്നെ ദുവാ കമ്മിറ്റി MM അക്ബർ ഇവർ എമ്പിലൂടെ ഏറ്റുവിട്ടെ. അതുപോലെ ഹുസൈൻ തെരുവോത്തോ അങ്ങനത്തെ അയാളെ പേര് അയാളും ചെയ്യേണ്ട ഈ ദുവാ കമ്മിറ്റി അക്ബറിനൊക്കെ ഡിബേറ്റിന് വിളിച്ച് ഞങ്ങൾക്ക് കീറി കളയും. അതോടെ ഒരു പകുതി ശല്യമായി കിട്ടും. മനസ്സിലായില്ലേ? അപ്പം ഇങ്ങനെ പറയുന്ന ഒരാളാണ്. എന്നിട്ട് ഇങ്ങനെ അയാൾ ഋഗ്വേദം കോട്ട് ചെയ്യും, അയാൾ ബൈബിള് കോട്ട് ചെയ്യും. എന്നിട്ട് അവസാനം അയാൾ സ്ഥാപിച്ചെടുക്കും ഇസ്ലാമാണ് ഏറ്റവും മഹത്തരമായ മതം. അതുകൊണ്ട് ഈ പറയുന്ന ഹിന്ദു അല്ലെങ്കിൽ ക്രിസ്ത്യൻ അല്ലെങ്കിൽ ജൈനൻ അല്ലെങ്കിൽ ബുദ്ധൻ ആ മതം വിട്ട് ഇതിൽ ചേരും. ഇതാണ് ഇയാളെ പരിപാടി. ഇത് തുടങ്ങി വെച്ച ഇവരാണ് അമേരിക്കയിലെ ഇവാഞ്ചലിസ്റ്റുകളാണ്. അവരെ പ്രധാനപ്പെട്ട 3-4 ആളുകളുണ്ട്. ആഫ്രിക്കയിലൊക്കെ ഭയങ്കര സക്സസ്ഫുൾ ആണ്. ആഫ്രിക്കയിൽ ഏതാണ്ട് എനിക്ക് തോന്നുന്നു 1960 സെൻസസ് നടത്തുമ്പോൾ ഏതാണ്ട് 40ഓളം അനിമിസ്റ്റിക്കായ രാജ്യങ്ങളുണ്ടായിരുന്നു, പ്രത്യേക മതമൊന്നും ഇല്ലാത്ത. ഇപ്പം അത് 20 ചുരുങ്ങിയിട്ടുണ്ട്. ശരി. അവർ ഭയങ്കര സക്സസ്ഫുൾ ആണ് അവിടെ. അവരെയാണ് സത്യത്തിൽ മോഡലാക്കുന്നത്. അപ്പം അവരുടെ ആഗ്രഹം എന്ന് വെച്ചാൽ ക്രിസ്ത്യൻ ഇമ്പീരിയലിസമാണ്. അവരുമായി ക്രിസ്തു രാജ്യം വരണം എന്നുള്ളതാണ്. നമ്മളതിനെ സുഭാമച്ച് ക്രിസ്ത്യൻ ഇമ്പീരിയലിസം എന്നത്. ഇവർ പറയുന്നത് ഇസ്ലാമിക രാജ്യം ഉണ്ടാക്കുക, ഇസ്ലാമിൻ്റെ പാതയിലൂടെ ലോകത്തിന് നന്നാക്കുക എന്നുള്ളതാണ്. ജമാഅത്തെ ഇസ്ലാമിക പറയുന്നത് ഇന്ത്യയുടെ മോചനം ഇസ്ലാമിലൂടെ. ഞാൻ RSSകാർ ആരോ പറഞ്ഞിട്ടുണ്ട് ഇസ്ലാമിൻ്റെ അന്ത്യം ഇന്ത്യയിൽ. അപ്പോൾ ഇതിൻ്റെ അങ്ങനെയൊക്കെയാണ് ഇവർ. അപ്പം ഇതേപോലെ ഈ ഇസ്ലാമിക് ഇമ്പീരിയലിസം അതാണ് ഇയാളുടെ ഉദ്ദേശം. അതതിൻ്റെ വക്താണ്. ഇവരൊക്കെ ഒരു ഡ്രസ് കോഡ് ശ്രദ്ധിച്ചാൽ മനസ്സിലാവും ഇങ്ങനെയുള്ള ആളുകളെ. ഇവർ ഒരു നരിയാണി എന്നാ പറയുക, നിങ്ങൾ എന്താ പറയുക, കാലിലെ പിന്നെ കാൽപാദത്തിന്റെ മുകളിലുള്ള ഭാഗത്ത് ഞങ്ങൾ നരിയാണി എന്ന് പറയും മലബാർ. നരിയാണിൻ്റെ മുകളിലുള്ള ഒരുതരം പാൻസാണ് ഇടുക.
പിന്നെ ഒരു കുർത്തയിടും, മിക്കവാറും വൈറ്റ് കുർത്തയും, താടി ട്രിം ചെയ്യില്ല, പിന്നെ ഒരു കണ്ണടയുണ്ട്. ഇതാണ് ഇവന്മാരുടെ യൂണിവേഴ്സൽ ലുക്ക്. ഈ ലുക്കൊക്കെ ഇയാൾ ഉണ്ടാക്കിയത്. ക്രിസ്ത്യൻ ഇവാഞ്ചലിക് കോട്ട് സൂട്ടും അല്ലെ വൈറ്റ് ആൻഡ് ബ്ലാക്ക് ആയിരിക്കും അവരുടെ ഒരു ഡ്രസ് കോഡ്. അപ്പം ഇയാൾ അങ്ങോട്ട് വിളിച്ചിട്ടില്ലെങ്കിലാണ് അത്ഭുതമല്ല. മാത്രമല്ല പാകിസ്ഥാൻ ഓൾറെഡി ഇങ്ങനെ പെട്ട് കിടക്കുകയാണ്, മൊത്തം പഴുത്ത് കിടക്കുകയാണ് തീവ്രവാദം കൊണ്ട്. ആ പഴുത്തനെ താഴെ വീഴ്ത്താൻ ഇയാൾ ധാരാളമാണ്. പ്രധാനമന്ത്രിയായിട്ട് കൂടിക്കാഴ്ച, ഷഹബാസ് ഷെരീഫുമായി കൂടിക്കാഴ്ച നടത്തുമെന്നാണ് പറയുന്നത്. അത് ഒക്ടോബർ 5 കറാച്ചിയിൽ നിന്ന് ആരംഭിച്ച് 20 ഇസ്ലാമാബാദിൽ അവസാനിക്കും ഇദ്ദേഹത്തിൻ്റെ പ്രഭാഷണം. ഇദ്ദേഹം മാത്രമല്ല, മകൻ ഫാരിഖ് നായിക്ക് അദ്ദേഹമുണ്ട്. ഇസ്ലാമാബാദ്, ലാഹോർ, കറാച്ചി ഇവിടെയൊക്കെയാണ് പൊതുയോഗങ്ങൾ. അത് ഈ സാക്കിർ നായിക്ക് തന്നെയാണ് സോഷ്യൽ മീഡിയ പേജിലൂടെ അറിയിച്ചിട്ടുള്ളത്. അല്ല, അതായിരിക്കും. ഇതിന് രണ്ട് കാര്യങ്ങളാണ് ഇതിൽ പ്രധാനമായിട്ടുള്ളത്. ഒന്നാമത്തത്, പാകിസ്ഥാൻ ഓൾറെഡി തീവ്രവാദം കൊണ്ട് അങ്ങനെ പഴുത്ത് കിടക്കുന്ന ഒരു രാജ്യമാണ്. അതൊന്നും കൂടി ചൂടാക്കാൻ ഇയാൾ പോതോടി നടക്കും. ഇയാൾ ഇങ്ങനെ സന്ദർശനം നടത്തിയാൽ മതി, ഒരു 5 വർഷം കൊണ്ട് പാകിസ്ഥാൻ തീർന്നു കിട്ടും. അതുകൊണ്ടാണ് ഈ മോഡി ഒന്നും ചെയ്യല്ല. അല്ലെങ്കിൽ ആ അജ്ഞാതനെ വിട്ടാ പോരെ. അപ്പൊ അജ്ഞാതന്മാര് ഇഷ്ടംപോലെ ഉണ്ടല്ലോ, അപ്പൊ അങ്ങനെ ഏതെങ്കിലും അജ്ഞാതനെ അങ്ങ് വിട്ടാ പോരെ. അത് മോഡി ചെയ്യാത്തതുകൊണ്ടല്ലേ. മോഡിക്ക് ഇയാളെ തട്ടാനാണ് ബുദ്ധിമുട്ട്. ഇയാൾ തട്ടി ഇവിടെ എന്ത് സംഭവിക്കും? ഇവിടെ ഒരു വർഗീയ കലാപം ഉണ്ടാവുന്നതായിരിക്കും, ചുക്കും സംഭവിക്കില്ല. അങ്ങനെ മണ്ടമരം നല്ല. പിന്നെ എന്തുകൊണ്ടാണ് നമ്മൾ ഇങ്ങോട്ട് ഒരുപാട് കേസുകൾ ഇയാളുടെ പേരിലില്ലേ? രണ്ടു കാര്യമുണ്ട്. ഇയാളെ കൃത്യമായി വിട്ടുകിട്ടണമെന്ന് നമ്മള് ഇയാള് പല മുസ്ലിം രാജ്യങ്ങളെ ആത്മീയ ആചാര്യനാണ്. പിന്നെ മുസ്ലിം വേൾഡ് എതിരാവും. അതൊക്കെയാണ് ഇതിന്റെ ഒരു പ്രശ്നം. പിന്നെ പല രാജ്യങ്ങളായിട്ട് നമുക്ക് ഈ കുറ്റവാളികളെ കൈമാറുള്ള കരാറില്ല. അവിടെയൊക്കെ കിടന്നാണ് ഇയാളെ അമ്പാദിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാരണങ്ങൾ ഇയാൾക്ക് അനുകൂലമായിട്ടുണ്ട്. അല്ല, ഇവിടെ കലാവുന്നുണ്ടാവും. ഇപ്പൊ നിലവിൽ മലേഷ്യയായിട്ട് നമുക്ക് കുറ്റവാളികളെ കൈമാറുന്ന കരാറുണ്ടോന്ന് എനിക്കറിയില്ല. ആണെങ്കിൽ ഇയാളെ കൈമാറുണ്ട്. അങ്ങനെ ഒരുപാട് തലങ്ങളിൽ തീവ്രവാദ പ്രവർത്തനങ്ങൾ ആകൃഷ്ടരായ ആളുകളെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്യുമ്പോൾ അതിന് പ്രചോദനമായി തീർന്ന ഇയാളാണ്. ഇയാൾ ഇന്റർനാഷണൽ വിഷമാണ്. അപ്പൊ ഈ ഇന്റർനാഷണൽ വിഷത്തിനെ കൂട്ടാനുള്ള മരുന്നുകൾ ഇഷ്ടംപോലെ തന്നെ ഉണ്ട്. ബംഗ്ലാദേശിന്റെ കയ്യിൽ അവിടെ തീവ്രവാദ സ്ഫോടനം നടത്തിയ ആളുകൾ ഇയാളായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഇഷ്ടംപോലെ ഉണ്ട്. പക്ഷെ അതേസമയം തന്നെ ഇയാൾക്ക് നേരിട്ട് കണക്ഷൻ ഉണ്ടോ? അതാണ് കാര്യം. നേരിട്ട് കണക്ഷനുള്ള മതപരിവർത്തനത്തിലാണ്. അത് യൂട്യൂബിലൊക്കെ കാണും. ഒരു ജൈനനൊക്കെ പോയി മതം മാറുന്നത്. ഞാൻ ഒരു മതം മര്യാദയ്ക്ക് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ മതത്തിൽ തന്നെ എല്ലാം കണ്ടെത്താൻ പറ്റും. അതിന് വേറെ മതമായി പുറത്തൊരു സ്ഥലത്തേക്ക് പോയി കണ്ടെത്തേണ്ട ആവശ്യമൊന്നുമില്ല. അങ്ങനെ ആരും കണ്ടെത്തേണ്ട, അവർ മര്യാദയ്ക്ക് പഠിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. കാരണം ഈ സ്ക്രിപ്റ്റ് മാത്രം പഠിക്കുന്നുണ്ടാണ്. മതം എന്ന് വെച്ചാൽ ബേസിക്കലി ആത്മീയ അന്വേഷണമാണ്. ദൈവത്തിലേക്ക് നമ്മൾ നടത്തുന്ന അന്വേഷണം. അതിലേതെങ്കിലും ഒരു പാത നമ്മൾ ചെയ്തിട്ടുണ്ട്. ചില ആളുകൾ ഒരു മതം ഇല്ലാതെ തന്നെ ഇപ്പം യോഗയിലൂടെയൊക്കെ ദൈവത്തെ കണ്ടെത്താൻ ശ്രമിക്കുന്നു. അങ്ങനെ ആ ഒരു ഫീല് കിട്ടും. അപ്പം ഞാനൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ ഇന്ന മതത്തിലാണ് ജനിച്ചത്. ഈ ഇതിലൂടെ തന്നെ എനിക്ക് ദൈവത്തിനെ കണ്ടെത്താൻ പറ്റും. അതായത് എനിക്ക് അതിൻ്റെ ഈ സ്ക്രിപ്റ്റ് ഓരോ സ്ക്രിപ്റ്റും വായിച്ച് അതിനനുസരിച്ചൊന്നുമല്ല. ഇതിൽ പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ സമൂഹത്തിന് ഗുണകരമായിട്ടുള്ള നല്ല കാര്യങ്ങൾ അത് ഞാൻ ചെയ്യാറുണ്ട്. പരമാവധി ചെയ്യാൻ ശ്രമിക്കാറുണ്ട്. മോശം കാര്യങ്ങൾ പരമാവധി ചെയ്യാറുണ്ട്. ഒരു സ്പെസിഫിക് മുസ്ലിം എന്ന രീതിയിൽ ഞാൻ ചെയ്യുന്ന കാര്യമൊന്നും വെച്ചാൽ ഇത്തരം കാര്യങ്ങൾ. ഹലാല് പൊതുവെ ഇറച്ചിയാണെങ്കിൽ ഹലാലേ കഴിക്കാറുള്ളൂ. 2 പന്നിയിറച്ചി ചത്താനും കഴിക്കില്ല. മദ്യപിക്കില്ല. സിഗരറ്റ് മദ്യപിക്കില്ല. പക്ഷെ കമന്റുകളിലൊക്കെ മദ്യപിച്ചു. അത് 2 കാരണങ്ങളുണ്ട്. ആളുകളുടെ കമന്റുകൾ. അല്ല, അത് 2 കാരണം. ഒന്ന്, ഞാനിങ്ങനെ ഈ തിരക്കിൻ്റെ ഇടയിൽ ഓടിപ്പിടിച്ചാണല്ലോ ഈ ഡിസ്കഷനൊക്കെ വരിക. അപ്പം പലപ്പോഴും ഈ മദ്യപന്മാരുടെ ലുക്ക് ഉണ്ട്. ആ ലുക്ക് എനിക്ക് അത് ചില ആളുകൾ അതുകൊണ്ടാണ് പറയുന്നത്. വേറെ ചില ആളുകൾ ഈ പണ്ട് ഞാൻ ഡിബേറ്റിനൊക്കെ പോകുന്ന സമയത്ത് നമ്മളെ ഡിബേറ്റ് പൊട്ടിക്കാൻ പാടാണ്. പറ്റിയിട്ടില്ല. അപ്പം എന്ത് ചെയ്യുന്നത് വെച്ചാൽ ഇവന്മാർ കോൺഗ്രസിൻ്റെ അടുത്ത് ഇന്നിപ്പോൾ അയാൾ അത്യാവശ്യം പഠിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അയാൾ വന്ന് എന്നെ ചോർന്നപ്പോൾ ഞാൻ അങ്ങോട്ട് കയറി ഡബിൾ മാന്തി. എനിക്ക് സഭാഷം മുന്നൊക്കെ ആകുമ്പോൾ എന്നെ അങ്ങോട്ട് ചോർന്ന് ഞാൻ കയറി മാന്തു. അപ്പം ചോർന്ന സമയത്ത് അന്ന് ഞാനൊരു എനിക്ക് പനി ഉണ്ടായിരുന്നു. അതുപോലെ തന്നെ ക്ഷീണിച്ച് അങ്ങനെ 2 ഡോളോസ് കഴിച്ചാണ് പോയത്. അപ്പം ഇവനിങ്ങോട്ട് നീ ആരടാ, ഞാൻ തിരിച്ച് നീ ആരടാന്ന് ചോദിച്ചു. അപ്പം എൻ്റെ സൗണ്ട് ഞാൻ വലിഞ്ഞു. ഈ വലിഞ്ഞ 2 മിനിറ്റ് അതിൽ ഏതൊരു അക്കരക്കാരനെ നാറി മദ്യവെച്ച് ചർച്ചയിൽ പങ്കെടുക്കുന്ന ഇടത് നിരീക്ഷകൻ എന്നും പറഞ്ഞാണ് യൂട്യൂബിൽ അങ്ങോട്ട് കൊടുത്തു, ഫേസ്ബുക്കിലൊക്കെ. അന്ന് അതെങ്കിൽ ഞാൻ ഭയങ്കരമായിട്ട് മോഡീനെ ഏറ്റവും കൂടുതൽ ശക്തമായി എതിർക്കുന്ന ആൾ ഞാനാണ്. രണ്ടാമത്തത് പിന്നെ മോഡീനത് മുസ്ലിം ലീഗിനെ ശക്തമായി എതിർക്കും. അതുപോലെ തന്നെ ഈ പറഞ്ഞ മാണിസാറിന UDF CPI എന്നത് ഞാൻ സമയത്ത് CPI ചെയ്തിട്ട്. അപ്പോൾ CPM മാത്രമാണ് ഒരു പക്ഷേ എനിക്ക് അഫിലിയേഷനുള്ളൂ. CPM എനിക്ക് നേരിട്ട പാർട്ടിയൊരു ബന്ധവുമില്ല. അക്കൂട്ടത്തിൽ നമ്മൾ ഒരുപാട് അസൂയാലൊക്കെ ഉണ്ട്. നമ്മളന്ന് ചർച്ചയിലൊക്കെ പോയി നല്ല രീതിയിലൊക്കെ നന്നായി പഠിച്ചിട്ട് വേണം പോവുക.
അപ്പോൾ ആർഗ്യൂ ചെയ്തൊക്കെ സമ്മറൈസ് ചെയ്ത് വരുമ്പോൾ ഒരു പല സ്ഥലത്തും പോകുമ്പോൾ അവിടെ ഒരാൾ ആ ഫക്രുദ്ദീൻ കൊള്ളാന്ന് ഇവർക്ക് ഒരു അസൂയ ഉണ്ടാവില്ല സ്വാഭാവികം. അപ്പം അതുകൊണ്ട് ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവന്മാർ ഈ CPM-മാർ നമ്മളെ അന്ന് ശത്രുക്കളായിരുന്ന എല്ലാവരും എന്ത് ചെയ്തു, ഒരു ആയുധം കിട്ടാൻ കാത്തുക ഇവർ ഇതെടുത്ത് അങ്ങോട്ട് ഉപയോഗിച്ചു, ഭയങ്കരമായിട്ട് ഉപയോഗിച്ചു. CPM-മാരാണ് എന്ത് ചെയ്തു, ഇവന്മാർ നേതാക്കന്മാർ വന്നിട്ടുണ്ടാവും പ്രൊട്ടക്ട് ചെയ്യണം, അവന്മാരോട്ട് പ്രൊട്ടക്ട് ചെയ്യണം. ഞാൻ ഇവർക്ക് എല്ലാവർക്കും അറിയാം, ഇവരെ പല ആൾ വന്ന് വെള്ളമടിക്കുമ്പോൾ ഞാനിപ്പോൾ അത് വെബ്സിൻ കുടിച്ചുകൊണ്ടിരിക്കുന്ന ആളാണ്. അങ്ങനെയാണ് ആ സാധനം വന്നത്. പിന്നെ ചില ആളുകളുണ്ടല്ലോ എപ്പോഴും ആളുകൾ എന്തെങ്കിലുമൊക്കെ പറയും, അതായത് ഓടുന്ന പട്ടിനെ കല്ലെടുത്ത് എറിയുന്ന ആളുകളല്ലേ അവർ കളിച്ചത്. അങ്ങനെയുള്ള ആളുകൾ ഇതങ്ങോട്ട് ഏറ്റുപിടിക്കുകയും ചില സമയത്ത് നമ്മളിങ്ങനെ പറയുന്നത് അവർക്ക് ഇഷ്ടമില്ല, അവരങ്ങനെ കമന്റ് ചെയ്യും. അപ്പം ആദ്യമൊക്കെ ഞാൻ മദ്യപിക്കാത്തതുകൊണ്ട് എനിക്കിത് കേൾക്കുമ്പോൾ ഒരു വിഷമം വരികയായിരുന്നു, അത് നമ്മൾ ചെയ്യില്ലല്ലോ. പിന്നെ ഒരേ ആദ്യം എനിക്ക് മനസ്സിലായി, നമ്മളെ വിശ്വസിക്കുന്ന ആളുകൾ അവർക്ക് സത്യം അറിയാം. ഈ നമ്മളെ വിശ്വസിക്കാതെ ഇഷ്ടമുള്ള ആൾ നമ്മൾ എന്ത് വന്നിട്ട് കാര്യം അവരത് വിശ്വസിക്കും. വിശ്വസിച്ചാൽ നമുക്കെന്ത് കാര്യം, നമ്മളെ എന്നാൽ പോലെ ഇവരല്ലല്ലോ നമ്മൾ ബോധ്യപ്പെടുത്തുന്നത്. എനിക്ക് എന്നെ ബോധ്യപ്പെടുക എൻ്റെ കുടുംബത്തെയും എന്നെ സ്നേഹിക്കുന്ന ആളുകളെയും പഠിച്ചോനെയാണ്, അത് കൃത്യമായിട്ട് അറിയാം. എനിക്ക് താല്പര്യമില്ല, എനിക്ക് വേണമെങ്കിൽ ഇങ്ങനെ പറയാം, ജന്മനാ തന്നെ എനിക്കൊരു കിക്കുണ്ട്. അതുകൊണ്ട് തന്നെ എനിക്ക് അഡീഷണൽ ആയിട്ട് ഇതിനെ പോലെ ഒന്നും ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.